ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ ശക്തമായി പിന്തുണയ്ക്കുകയാണ് സാർ. ഞാൻ ബഹുമാന്യനായ ധനകാര്യമന്ത്രിയെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു പുതിയ നികുതി നിർദ്ദേശവും പുറപ്പെടുവിക്കാതെ ജനങ്ങളുടെ മേൽ ഒരു അധിക ഭാരവും അടിച്ചേൽപ്പിക്കാതെ എങ്ങനെ വികസനവും ക്ഷേമവും ഒരുപോലെ ഏറ്റവും ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ വിഭാഗം ജനങ്ങളെയും എങ്ങനെ പരിഗണിച്ച് ആശ്വസിപ്പിച്ച് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ ഉജ്ജ്വലമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് ധനകാര്യമന്ത്രിയെ അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ പറയാനായിട്ട് ഇടയായത്. തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സമനില തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമെല്ലാം ഈ നിയമസഭയിൽ ഇത്രമാത്രം പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ എല്ലാ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളോടെല്ലാം വളരെ തുറന്ന സമീപനമാണ് ഈ ഗവൺമെൻറ്റിനുള്ളതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഈ സഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഇതിനോടകം 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്യാൻ വേദിയൊരുക്കിയ ഒരു സഭയാണ് 15ാം കേരള നിയമസഭ. അപ്പോൾ അവർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ക്രിയാത്മകമായോ അല്ലെങ്കിൽ വ്യക്തമായ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളോ അവതരിപ്പിക്കാനില്ലാത്തതിനാലും നിരന്തരം കോടതികളിൽ നിന്നടക്കം തിരിച്ചടി നേരിടുന്നതിനാലും അവയൊക്കെ മറച്ചു പിടിക്കുന്നതിന് ഇവിടെ മുമ്പ് പലരും സൂചിപ്പിച്ചതുപോലെ അവരുടെ ഇപ്പോൾ ഏറ്റവും വലിയ ഉപദേഷ്ടാവായ കനഗോലുവിൻ്റെ സിദ്ധാന്തവും അനുസരിച്ച് പാർലമെൻ്ററി പ്രവർത്തനങ്ങളാകെ തടസ്സപ്പെടുത്തി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് ഈ ബഡ്ജറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി അവർ വർദ്ധിപ്പിച്ചിരിക്കുന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുക. അവരിപ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന വിഷയം എന്താണ്? ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം. എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റവാളികളായി ഇതിനോടകം പ്രാഥമികമായി വിലയിരുത്തപ്പെട്ടവരെല്ലാം ആ സ്ഥാനങ്ങളിലേക്ക് എത്തിയത്? അവരുടെ കാലത്തല്ലേ. അതുപോലെ തന്നെ UDF-ൻ്റെ കൺവീനർ തന്നെയല്ലേ അവരെ നയിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ അടുക്കൽ വരെ കൊണ്ടുപോയി ഒരുപക്ഷെ ശബരിമലയിൽ നിന്ന് അപഹരിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ളതാകാം സ്വർണ്ണ ബ്രേസ്ലെറ്റ് വരെ കെട്ടിക്കൊടുക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുമ്പോൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങളുടെ ഗീബൽസിയൻ തന്ത്രത്തിൻ്റെ ഭാഗമായി ഗവൺമെന്റിനെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഇത് കോടതിയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല സാർ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഒരു അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന യഥാർത്ഥത്തിൽ ഒരു കോർട്ടലക്ഷ്യമാണ്. ഈ സഭയുടെ പ്രിവിലേജിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇതിനെതിരായുള്ള നീക്കങ്ങൾക്ക് അവർക്കിവിടെ കഴിയുന്നത് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞാൻ ഈ ബഡ്ജറ്റിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും, അത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിലും ഗിഗ് വർക്കേഴ്സ് ആണെങ്കിലും ആശാ വർക്കർമാരാണെങ്കിലും അംഗൻവാടിക്കാരാണെങ്കിലും പാചക തൊഴിലാളികളാണെങ്കിലും സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും, സർക്കാർ ജീവനക്കാർ എല്ലാവരെയും പരിഗണിക്കുന്ന ബഡ്ജറ്റ്. അത് ഏറ്റവും ആകർഷകമായ 2 കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യം, ഒന്ന് നമ്മുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തൊരിടത്തും ഇല്ലാത്ത വിധം നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു പ്രതിമാസ വരുമാനം സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ നൽകാൻ തീരുമാനിച്ച ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തൊരിടത്തും ഉണ്ടാവില്ല സാർ. അതുപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച നടപടിയെയും, ഞാൻ മുമ്പ് ജില്ലാ പഞ്ചായത്തിലടക്കം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച നടപടിയെയും ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ. അപ്പോൾ എല്ലാ തരത്തിലും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ഉജ്ജ്വലമായ ഇടപെടൽ നടത്തിയ ഒരു ബഡ്ജറ്റ് എന്നുള്ള നിലയിലാണ് ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണാനായിട്ട് കഴിയുന്നത് സാർ. അതേസമയം ഈ കഴിഞ്ഞ 1-ാം തീയതി കേന്ദ്ര ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു, ഈ രാജ്യത്ത് അവതരിപ്പിച്ചു. കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിലില്ലേ എന്ന് ആരും ചോദിച്ചു പോകുന്ന നിലയിലാണ് സാർ ആ ബഡ്ജറ്റിൽ ഈ സംസ്ഥാനത്തോടുള്ള സമീപനം.
അവിടെ നികുതി വരുമാനത്തിൽ നമുക്ക് നേരിയ വർധനവ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ചില മാധ്യമങ്ങളെങ്കിലും അത് വലിയ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അപ്പാടെ ഇല്ലെന്നാക്കി. അപ്പൊ യഥാർത്ഥത്തിൽ നികുതി വരുമാനത്തിന്റെ വർധന കൊണ്ട് ലഭിക്കുന്ന നേട്ടത്തെക്കാൾ അധികം ഗ്രാന്റ് ഇല്ലെന്നാക്കിയതിലൂടെ നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചെലവിനത്തിൽ 75% കേരളം തന്നെ നേരിട്ട് വഹിക്കുന്ന സ്ഥിതി. രാജ്യത്താകമാനം പരിശോധിക്കുമ്പോൾ 50% വിഹിതം മാത്രം സംസ്ഥാനങ്ങളും ബാക്കി 50% കേന്ദ്ര വിവിധ പ്രകാരത്തിലുള്ള ധനകാര്യ വിഹിതങ്ങളായി നൽകുന്ന സ്ഥിതിയുള്ളപ്പോൾ കേരളത്തോട് മാത്രം കാണിക്കുന്ന ഏറ്റവും വലിയ ചിറ്റമ്മ നയമല്ലേ. അതുപോലെ ഏതെങ്കിലും ഒരു പദ്ധതി നമ്മൾ ഉന്നയിച്ച എയിംസ് ആകട്ടെ, അല്ലെങ്കിൽ റെയിൽവേ വികസനമാവട്ടെ, ഇതിന് ശബരി റെയിൽവേ പാത അടക്കമുള്ള മറ്റൊട്ടേറെ കാര്യങ്ങൾ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒന്നാം പ്രതികളായി കുറ്റക്കാരാണെങ്കിൽ ഇവിടെ ഒരു രണ്ടാം പ്രതികളുണ്ട് സാർ. ആ രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഇവിടുത്തെ UDFും അവരുടെ 18 MPമാരുമാണ് സാർ. കേരളത്തിന് ആനുകൂല്യങ്ങൾ വാങ്ങി നേടിയെടുക്കാൻ വേണ്ടിയല്ലേ അവരെ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് പാർലമെന്റിലേക്ക് അയച്ചത്? എന്താണ് സാർ അവിടെ ചെയ്യുന്നത്? കേരളത്തിന് എങ്ങനെ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന കേരള വിരുദ്ധ നടപടികളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നടപടിയല്ലേ സാർ UDFും അവരുടെ MPമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യത്തിൽ കേന്ദ്ര അവഗണനയുടെ കാര്യത്തിൽ ഒന്നാം പ്രതി BJPയും കേന്ദ്ര സർക്കാരുമാണെങ്കിൽ രണ്ടാം പ്രതി UDFും അവരുടെ MPമാരും അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. എൻ്റെ മണ്ഡലത്തിലെ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ശബരി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട്, അതിന് പണം അനുവദിച്ചിട്ടുണ്ട്, അതിന് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില കോടതി വിധികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചെറിയ ചില പ്രതിസന്ധികൾ ഈ ഘട്ടത്തിലുണ്ട്. അത് മറികടന്നുകൊണ്ട് സ്ഥലമേറ്റെടുപ്പിന്റെ ഇപ്പോൾ നടന്നു വരുന്ന നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനും അതിൻ്റെ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള മറ്റു ചില പ്രവർത്തനങ്ങൾക്കും ഗതിവേഗവും ഊർജവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പട്ടയ പ്രശ്നമുണ്ട്. ആ പട്ടയ പ്രശ്നങ്ങളിൽ സ്പെഷ്യൽ ഓഫീസ് സ്ഥാപിച്ച് പട്ടയ നടപടികൾ ഊർജിതമായി നടന്നു വരുന്നുണ്ട് എങ്കിലും അതിനകത്തുണ്ടായിട്ടുള്ള ചെറിയ ചില പരിഹരിക്കാൻ കഴിയുന്ന തടസ്സങ്ങൾ കൂടി പരിഹരിച്ച് എൻ്റെ നിയോജക മണ്ഡലത്തിലെ 10,000-ഓളം വരുന്ന മലയോര മേഖലയിലെ കോരൂത്തോട്, മുണ്ടക്കയം, എരുമേലി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ തുരങ്കപാതകൾ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നിർമ്മിക്കുന്ന ഒരു കാലമാണല്ലോ. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങി. ഈ ബജറ്റിൽ തന്നെ കട്ടപ്പനയിൽ നിന്ന് തേനിയിലേക്ക് ഒരു തുരങ്കപാതയുടെ നിർദ്ദേശമുണ്ട്. എൻ്റെ നിയോജക മണ്ഡലമായ ഈരാറ്റുപേട്ടയിൽ നിന്നും വടക്കോട്ടേക്ക് പോകുന്നത് പ്രധാനമായും തൊടുപുഴ, മൂവാറ്റുപുഴ വഴിയാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് അടക്കം. അപ്പോൾ അതൊരു വലിയ മലയോര പാതയാണ്. വേലുകാവ്, മൂന്നില് അവിടെ ഒരു തുരങ്കപാത ഈരാറ്റുപേട്ടയിൽ നിന്നും തൊടുപുഴ ഭാഗത്തേക്ക് കളത്തൂക്കടവിൽ നിന്നും മുട്ടത്തെത്തുന്ന രീതിയിൽ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതാ പഠനം നടത്തണമെന്നുള്ള കാര്യം കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഭാവിയിൽ യാഥാർത്ഥ്യമാകത്തക്ക നിലയിൽ. ഏതായാലും കേന്ദ്ര ബഡ്ജറ്റുമായി തട്ടിച്ചു നോക്കുമ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആനയും ആടും പോലുള്ള വ്യത്യാസമെന്ന് പറയാവുന്ന വിധത്തിൽ കേരളത്തിലെ ജനങ്ങളെ പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ഊർജവും ഗതിവേഗവും നൽകുന്ന ഒരു ബഡ്ജറ്റ് സംസ്ഥാനത്തും കേരളത്തിലെ ജനങ്ങളെ ആകെ നോക്കുകുത്തികളാക്കുന്ന, പരിഹസിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും വലിയ അവഗണനയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിടുന്ന നിരുത്തരവാദപരമായ ഫെഡറൽ തത്വങ്ങൾക്കെതിരായ ഒരു ബഡ്ജറ്റ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു കാലമാണ് ഈ 2026 എന്നുള്ളതും അത് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ബഡ്ജറ്റിന് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസ്മരിക്കുന്നു സാർ.